ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എണീറ്റാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് അതിനൊരു ഉദാഹരണമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണീച്ചാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരത്തെ എണീക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക. പിന്നെ എന്താണ് രാവിലെ ഉണ്ടാക്കുന്നത് എന്നും ലഞ്ചിന് എന്താണ് ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് വ്യക്തമായിട്ടത് പ്ലാൻ ചെയ്താൽ എല്ലാം റെഡിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും പോലും നമ്മൾ നേരത്തെ എണീച്ച് രാവിലെ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അത് വേഗത്തിൽ റെഡിയാക്കിയാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളത് ദോശയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശ റെഡിയാക്കിയതിൻ്റെ ബാക്കിൽ തന്നെ ഞാനിത് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും നേരെ ഇങ്ങനെ ഒന്ന് വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വേഗം പോയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ മുറ്റടിയും അതുപോലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിയൊക്കെ ഈ സമയമായപ്പോഴത്തേന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചില സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ആവുന്നതിനനുസരിച്ച് അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും അതെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തിന് ഒരു 7 മണി ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ആ സമയമായപ്പോഴത്തിന് തന്നെ എൻ്റെ ഒരുവിധം ജോലികളൊക്കെ തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് കഴുകി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ തന്നെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ. നേരത്തെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. നമ്മൾ മടി പിടിച്ചിരുന്നാൽ ആ ദിവസം ഫുള്ള് നമ്മൾ മടി പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമുക്കത് ശീലമാകും. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഭാരമായിട്ട് തോന്നി തുടങ്ങും കേട്ടോ. അപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടുജോലിയും നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഭാരമാവാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ വീടിൻ്റെ വൃത്തിയും വെടിപ്പും നമ്മൾ തന്നെയാണ് കാത്ത് സൂക്ഷിക്കേണ്ടത്. അത് പുറത്തു നിന്ന് ഒരാൾ വന്ന് നമുക്ക് ചെയ്തു തരില്ല. നമ്മൾ എന്ത് ജോലിയാണോ എടുക്കുന്നത് ആ ജോലി നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എടുക്കുന്ന ജോലിക്കൊന്നും നമുക്കൊരു മടുപ്പോ മുഷിപ്പോ അങ്ങനത്തെ ഒന്നും തോന്നില്ല. ഉള്ളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ രീതിയിൽ നമ്മൾ കൊണ്ട് നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇനി കുറച്ച് തിരുമ്പാനാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഒരു നേരം 10 മണിയൊക്കെ ആവാൻ സമയമായപ്പോൾ തന്നെ എൻ്റെ തിരുമ്പലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഓർക്കാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാവും. മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.